അപ്പം ഇന്നൊരു ഡേ മൈ ലൈഫ് ആയാലോ. അപ്പം ഞാൻ 5:45 എണീറ്റ്. ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെ വിളിച്ച് കുത്തിപ്പൊക്കിയിട്ടാണ് വെള്ളം അടുപ്പിച്ചത്. അപ്പോൾ അത് കുറേ പണിയുണ്ട്. അനുവിനെ സ്കൂളിൽ പറഞ്ഞാക്കണം. ഇന്നലെ അനു സ്കൂളിൽ പോയിട്ടില്ല. അപ്പം ഇന്ന് എന്തായാലും അനുവിനെ സ്കൂളിൽ വിടണം. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട് വൈകുന്നേരം. അവരമ്പലത്തിൽ വേല നടക്കാനുണ്ട്. അപ്പം അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. രാവിലെ തന്നെ അടുക്കളയിൽ നല്ല തിക്കുത്തിരക്കായിരിക്കും. എല്ലാ അമ്മമാർക്കും അറിയാം, എല്ലാ വീട്ടിലും സ്കൂളിൽ പോണ കുട്ടികളും എല്ലാ വീട്ടിലും ഉള്ള അതേ സംഭവം തന്നെ ഇവിടെ നടക്കണേ. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാതിൽ തുറന്നിട്ട് നമ്മളെ പൊന്നൂനെ രാത്രി അകത്താണ് വെക്കാറ്, പുറത്ത് വെക്കാറില്ല. കാരണം വല്ല പൂച്ച പിടിച്ചാലോന്ന് പേടിച്ചിട്ട്. സ്നോബലല്ല, പുറത്തെ പൂച്ച. സ്നോബൽ അവളെ ഉപദ്രവിക്കാറൊന്നുമില്ല. അപ്പം അവൾ ആദ്യം എടുത്ത് അങ്ങ് പുറത്ത് വെച്ചു. അപ്പം നേരം വെളുക്കുന്നുള്ളൂ, വെട്ടം വീണിട്ടില്ല. അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി. അപ്പോഴത്തേനും പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കുടിക്കുകയാണ്. ഞാൻ പൈപ്പിലത്തെ വെള്ളം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാറ് കുടിക്കാനൊക്കെ. പിടിച്ചൊന്നും വെക്കാറില്ല പാത്രത്തിൽ. പിന്നെ മുന്തിരി വെള്ളത്തിലിട്ടത് കുടിക്കാറുണ്ട് രാവിലെ തന്നെ. പക്ഷെ മുന്തിരി കഴിഞ്ഞിരിക്കുകയാണ്, ഇനി മേടിച്ചിട്ട് വേണം. അപ്പോൾ തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പം ഇന്ന് ചായക്ക് ഗ്രീൻ പീസ് കറിയും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കണത്. അപ്പോൾ അതങ്ങ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ചായ വെക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടാണ്. ഇനി ചായ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചായ എനിക്ക് നിർബന്ധമാണ്. എണീറ്റ ഉടനെ ആദ്യത്തെ പണി ചായ കുടിക്കലാണ്. ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടും. പിന്നെ തലവേദന എടുക്കും. എനിക്ക് കറക്റ്റ് ടൈമിന് ചായ കുടിക്കണം. ഇപ്പോൾ വൈകിട്ടായാലും രാവിലെ ആയാലും. ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തലവേദന എടുക്കും. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിയൊക്കെ തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ ചായ വെക്കാൻ പോവാണ്. അപ്പം ഞാൻ കറണ്ട് അടുപ്പുമ്മലാണ് ചായ വെക്കണത്. അപ്പം ഞാനിവിടെ കറണ്ട് അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൂടുതലായിട്ട് കറണ്ട് ഉപയോഗിക്കാം. കാരണം ഇവിടെ സോളാർ ഫിറ്റ് ചെയ്തു. അപ്പം ഇനി നമുക്ക് കൂടുതലായിട്ട് കറണ്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എൻ്റെ വോയിസ് കൊടുക്കുന്നത് ഇത്തിരി പതർച്ചുണ്ട്. കാരണം എനിക്ക് കഫക്കെട്ടുണ്ട്. അപ്പോൾ അതാണ്. എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള പണികൾ തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ ചായ ഒന്നില്ലെങ്കിൽ ഞാൻ പുറത്തിരുന്ന് കുടിക്കുക, അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്നാണ് കുടിക്കാറ്. അപ്പം ഞാൻ ഇന്ന് പുറത്തേക്കാണ് പോകുന്നത് ചായ കുടിക്കാൻ. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം ഫോണും കൂടെ നോക്കിയിരിക്കും, വാട്സപ്പൊക്കെ ഒന്ന് നോക്കും. അപ്പം നമ്മളുടെ സ്നോബൽ കുട്ടൻ ഇവിടെ കരഞ്ഞ് നടക്കുന്നുണ്ട്. രാവിലെ തന്നെ തുടങ്ങിക്കോളും. വാതിൽ തുറന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ. അപ്പം കരഞ്ഞിങ്ങനെ പിന്നാലെ നടക്കും. അത് കഴിഞ്ഞ് അനുവിന് സോയാബീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി സ്കൂളിൽ കൊണ്ടുപോകാൻ. അത് ചൂടുവെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അനുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് സോയാബീൻ. ഭയങ്കര ഇഷ്ടമാണ്. അതും പൊരിച്ചു കൊടുക്കണതാണ് അവനക്ക് ഏറ്റവും ഇഷ്ടം. കറി വെക്കണത് അധികം ഇഷ്ടമില്ല. അപ്പം എന്നും സോയാബീൻ കൊടുത്താൽ അത്രയും സന്തോഷമാണ്. അപ്പം ഞാൻ സോയാബീൻ വാരി വെള്ളം കളയാൻ വെച്ചു. ഇനി അതിന് മസാല തേച്ച് വെക്കണം പൊരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കറണ്ട് അടുപ്പുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പൊടി വാട്ടണം പത്തിരിക്കുള്ളത്. എന്നിട്ട് ഞാൻ കറി വയ്ക്കാനുള്ള വെളുത്തുള്ളിയും സബോളയൊക്കെ എടുത്ത് വെച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി പൊടി കുഴച്ച് മാറ്റി വെക്കണം. അതൊന്ന് നേരിയ ചൂടാറിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പം ഭയങ്കര ചൂടോടുകൂടിയല്ല, ഒരു മീഡിയം ചൂടിൽ നമ്മൾ പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കണം. എന്നാലേ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ പത്തിരിയുടെ മാവ് അങ്ങ് മാറ്റി വെച്ചതിൻ്റെ കറിക്കുള്ള സബോളൊക്കെ നന്നാക്കി വെക്കാമെന്ന് വെച്ചു. അതിന് മുന്നേ മസാല തേച്ച് വെക്കണം സോയാബീൻ. അപ്പോൾ അത് കുറച്ച് നേരം മസാല പിടിക്കുമല്ലോ. കാരണം 8 മണിയാകുമ്പോഴത്തേന് ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ സോയാബീൻ മസാല തേച്ച് അതങ്ങ് മാറ്റി വെച്ച് ഇനി ഞാൻ കറിക്കുള്ളത് അരിയാൻ പോവാണ്. അതും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊടി കുഴച്ചെടുത്ത് വെക്കാം. എന്നിട്ട് പത്തിരി ഉണ്ടാക്കാം. അതിനിടയ്ക്ക് അനുവിനെ വിളിക്കാൻ പോകണം. അപ്പോൾ കറിക്കുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് ഇനി മാവ് കുഴക്കണം. നന്നായിട്ട് കുഴയണം പത്തിരിക്കുള്ള മാവ്, ഇല്ലെങ്കിൽ പത്തിരി സോഫ്റ്റ് ആവില്ല. പിന്നെ വക്കൊക്കെ പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പൊടി തട്ടാതെയാണ് പത്തിരി ഉണ്ടാക്കുന്നത്. കാരണം പൊടി തട്ടാതെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റായിട്ടും നല്ല പോളച്ച് നമുക്ക് പത്തിരി കിട്ടും. അതവിടെ കുഴച്ച് വെച്ച് ഞാൻ അനുവിനെ വിളിക്കാൻ വന്ന സമയം 7:30. 7:30 ആവാതെ അവന് എഴുന്നേക്കത്തില്ല ഉറക്കത്തിൽ നിന്ന്. അങ്ങനെ ഞാൻ പത്തിരി ചൂടാൻ അടുപ്പത്ത് വെച്ചു. ഒരടുപ്പത്ത് പത്തിരി ചൂടാൻ വെച്ചു, ഒരടുപ്പത്ത് കറി റെഡിയാക്കാനുള്ളതും വെച്ചു. മസാല റെഡിയാക്കിയിട്ട് ഗ്രീൻ പീസ് താളിക്കാനായിട്ട്. അപ്പം ഞാൻ പത്തിരി ചുട്ടെടുക്കുകയാണ്. അപ്പം ഞാൻ അനുവിന് കൊണ്ടുപോകാനുള്ളതും അനുവിന് കഴിക്കാനുള്ളതും മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ. കാരണം നേരമില്ല, സമയം ഇപ്പം തന്നെ വൈകി.
ഇത് കഴിഞ്ഞിട്ട് വേണം ഈ സോയാബീൻ പൊരിക്കാൻ വെക്കണം. പിന്നെ തേങ്ങാപ്പാൽ അടിക്കണം. കാരണം പത്തിരിക്ക് തേങ്ങാപ്പാലില്ലാതെ എനിക്കും പറ്റത്തില്ല, അനുവിനും പറ്റത്തില്ല. കാരണം എന്ത് കറിയുടെ ഒപ്പം പത്തിരിക്ക് തേങ്ങാപ്പാൽ നിർബന്ധമാണ്. അപ്പം ഞാൻ ദേ എൻ്റെ കറിയിലുള്ള മസാല ഞാൻ ദേ ഇവിടെ റെഡിയാക്കണം. ഒരു അടുപ്പത്ത് പത്തിരി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോക്ക് സ്പീഡ് കൂടുന്നുണ്ടെന്ന് കുറച്ച് കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ പരമാവധി ഞാൻ സ്പീഡ് കുറച്ചിട്ടിട്ടുണ്ട്. കാരണം സ്പീഡ് കൂട്ടി വെക്കണത് കാണുന്നവർക്ക് അധികം ബോറടിക്കേണ്ട, പിന്നെ ഒത്തിരി ലോങ് വീഡിയോ ആയി പോവണ്ടെന്ന് വെച്ചിട്ടാണ്. പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. വീഡിയോയിലത്തെ കുറവുകളൊക്കെ ഞാൻ നികത്തിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞേണം. എന്നാലാണ് എനിക്കത് ക്ലിയർ ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ദേ എൻ്റെ സോയാബീൻ ഞാൻ ദേ ഇവിടെ പൊരിക്കാൻ വെച്ചു. അപ്പോൾ ഗ്രീൻ പീസ് കുറച്ചും കൂടെ വേവാനുണ്ട്. അത് പിന്നെ മസാല കിട്ടുന്നതായിട്ട് ഒന്നും കൂടെ ഞാൻ കുക്കറിലിട്ട് അടിക്കാൻ വെച്ചു. അത് ഞാൻ തേങ്ങ ചിരവി ഇതേ പാൽ ഇവിടെ അടിക്കാൻ പോവാണ്. അപ്പം അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടിയാണ് നടക്കണം. അപ്പം അതിന് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഷർട്ട് തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പാല് മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് ഷർട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഓടി. അപ്പോൾ ഞാൻ രാവിലെ തന്നെയാണ് അവൻ്റെ ഡ്രസ്സും ഞാൻ തേച്ച് കൊടുക്കാറ്. അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ചായ എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് തേക്കാറുണ്ട്. ചായ കൊടുത്തിട്ടില്ല, ഞാൻ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് തേക്കാൻ വന്നു. കാരണം തേങ്ങാപ്പാൽ അവിടെ അടിച്ച് വെച്ചിട്ട് ഒളിഞ്ഞ് തേച്ച് കൊടുത്തിട്ട് വേണം പോയി പിഴിഞ്ഞ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇനി അവനക്ക് ചായ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പണി അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണം അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ പാല് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സോയാബീൻ എടുത്ത് കഴിഞ്ഞിട്ട് പ്ലേറ്റിലെടുത്ത് വെച്ചു. അതിൻ്റെ എണ്ണ ഒന്നങ്ങ് വറ്റി പോരാൻ വേണ്ടി ടിഷ്യൂലാണ് ഞാൻ എടുത്ത് വെക്കാറ്. അപ്പോൾ എല്ലാ എണ്ണയും ടിഷ്യൂവിൽ പിടിക്കും. അപ്പോൾ ചായ എടുത്ത് കൊടുത്തു അനുവിന്. അവനത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ചായ അധികം ചൂടൊന്നും അനുവിന് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ സോയാബീൻ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അതവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. കൊണ്ടുപോകാൻ വെച്ച സോയാബീൻ ഇപ്പോൾ തന്നെ തിന്ന് തീർക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മോനക്ക് സോയാബീൻ. അപ്പോൾ രാവിലെ ഉണ്ടാക്കണ അതേ ഫുഡ് തന്നെയാണ് അനു സ്കൂളിലേക്കും കൊണ്ടുപോകാറ്. മിക്ക ദിവസങ്ങളിലും രാവിലത്തെ പലഹാരം തന്നെയാണ് അനു കൊണ്ടുപോകാറ്. കാരണം ചോറ് അധികം കൊടുത്തയക്കാറില്ല. അപ്പം ഞാൻ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ടവലിലൊക്കെ പൊതിഞ്ഞ് കൊടുത്തു. അപ്പം ആ പണി അങ്ങ് കഴിഞ്ഞു. അപ്പം അനു അവിടെ റെഡി ആവുന്നുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. ഇന്ന് വണ്ടി നേരത്തെ വന്നു തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ 8:15 കഴിഞ്ഞാൽ അവൻ്റെ വണ്ടി വരാറില്ല. അപ്പം അനു പോകാൻ ഇറങ്ങി. എനിക്ക് ഉമ്മൊക്കെ തന്നു സലാം പറഞ്ഞിട്ടൊക്കെയാണ് അനു പോണത്. വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അനു കയറി പോകണത് കണ്ടാൽ മാത്രമേ എനിക്ക് സമാധാനം വരുള്ളൂ. അപ്പം അനു കയറി പോവാണ് വണ്ടിയിൽ. അപ്പോൾ അനുവിനെ കൊണ്ടുവന്നാക്കി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവനിക്ക് അനുവിനെ കൊണ്ടുവന്നാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അവൻ കയറി പോയി കണ്ടാലേ സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ജോലിയും കൂടി ഉണ്ട്. ഫസ്റ്റ് തന്നെ ചായ കുടിക്കണം. നല്ല വിശപ്പുണ്ട്. ഇനി ചായ വെച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതിന് ചായ കുടിച്ച പാത്രം കഴുകാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകണം. പെര അടിച്ചു വാരണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. എന്നിട്ട് അനു വന്നിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്. വൈകിട്ടേ പോവുള്ളൂ. അതിനുള്ളിൽ ഈ പണികളൊക്കെ കഴിഞ്ഞ് 2-3 ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികൾ കാണാം. ഓക്കെ. അപ്പം ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കിടന്ന് ഒച്ചെടുക്കുന്നത് എൻ്റെ പൊന്നാണ്. ഒരു സ്വസ്ഥതയും തരത്തില്ല. എപ്പോഴും ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ ചായ കുടിക്കുന്നതിന് മുന്നേ പല്ല് തേച്ചിട്ടുണ്ടായില്ല. ഞാൻ വായ കൊപ്പിച്ചിട്ടാണ് എപ്പോഴും ചായ കുടിക്കാറ്. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് രാവിലെ തന്നെ പല്ല് തേക്കുള്ളൂ. വല്ല അവലൊക്കെ കഴിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ പല്ല് തേച്ചിട്ടാണ് ചായയുടെ അവല് കഴിക്കാറ്. അപ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഞാൻ പല്ല് തേക്കാറ്. അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ കെയറും കൂടെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സിറമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. കാരണം ലൈറ്റിങ്ങും ഉണ്ട് നല്ല, പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വെയിലും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയത്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എന്നിട്ടാണ് ചായ കുടിക്കാനിരിക്കണത്. അപ്പോൾ പത്തിരി എടുത്തു. ഇനി ചായ ചൂടാക്കി എടുത്തു. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം എൻ്റെ പൊന്നൂനും സ്നോബലിനും ഫുഡ് കൊടുക്കാനായിട്ട്. ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ആസ്വദിച്ച് അങ്ങ് കഴിക്കുകയാണ്. കാരണം പത്തിരി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഏത് കറിയോടൊപ്പം മീൻ കറിയൊക്കെ കൂട്ടി ഞാൻ പത്തിരി കഴിക്കാറില്ല. അപ്പോൾ എൻ്റെ ഫുഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പൊന്നൂന് കൊണ്ടുപോയി പത്തിരി കൊടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ സ്നോബലിന് ഫുഡ് വെച്ച് കൊടുത്ത്. പൊന്നു എല്ലാ ഫുഡും കഴിക്കട്ടെ. വീട്ടിലുള്ള എല്ലാ ഫുഡുകളും കഴിക്കും. ഐസ്ക്രീം വരെ എൻ്റെ പൊന്നു കഴിക്കും.
അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ ഇവിടെ ഒന്ന് അടിച്ചിടുകയാണ്. അപ്പം എല്ലാ ദിവസവും അടിക്കത്തില്ല, ആഴ്ചയിൽ ഒരു ദിവസം അടിക്കുള്ളൂ. പിന്നീട് ദേ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ, അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ചോറ് അടുപ്പത്തിടാനായിട്ട്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ അത് അടുക്കളൊക്കെ തുടച്ചിടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇടണം. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലിയർ ചെയ്ത് ഇടണം. എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി കിടക്കണം, വെള്ളമൊന്നും ഇങ്ങനെ കിടക്കാൻ പാടില്ല. അപ്പം ഞാൻ ദേ കലം കഴുകിയത് ചോറ് അടുപ്പത്തിടുകയാണ്. ഇത് തിളച്ച് വന്നിട്ട് റൈസ് കുക്കറിലൊന്ന് ഇറക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്കൊന്ന് പോവാനുണ്ട്, തയ്ക്കാൻ കൊടുക്കണം. അപ്പോൾ 2 ദിവസം മുന്നേ തൃശ്ശൂർ പോയപ്പോൾ ലൈനിങ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് കൊടുത്താലാണ് എനിക്ക് ശനിയാഴ്ച എൻ്റെ ഡ്രസ്സ് തയ്ച്ച് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചോറ് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ഞായറാഴ്ച ഒരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഞാൻ ദേ പുറത്തേക്ക് പോകാൻ ഇറങ്ങി, പോയി വന്നിട്ട് കാണാം. അപ്പം ഞാൻ ദേ പോയിട്ട് വന്നു. പോയി വന്നപ്പോൾ ദേ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ 2 പാക്കറ്റ് പാല് മേടിച്ചു. വൈകുന്നേരം ചായ വെക്കണം, പിന്നെ നാളേക്ക്. പിന്നെ മാങ്ങ കണ്ടു, നല്ല വിലയുണ്ട് മാങ്ങയ്ക്ക്. 1 കിലോത്തിന് 200 രൂപയാണ്. എന്നാലും കൊതി കൊണ്ട് ഞാൻ 2 മാങ്ങ മേടിച്ചു, പിന്നെ ഒരു പേരക്കയും മേടിച്ചു. അപ്പോൾ ദേ കയറി വന്നാൽ വെള്ളം ദാഹം ഉണ്ടായി, അപ്പോൾ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊക്കക്കോള ഫ്രിഡ്ജിലിരിക്കണ്ടേ, അത് ഐസിട്ട് കുടിക്കുന്ന ഒരു ശീലം ഇപ്പോൾ പുതിയ ശീലമാണ്. എൻ്റെ മോൻ എപ്പോഴും ചീത്ത പറയും കൊക്കക്കോള കുടിക്കണം നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടത്ത് കയറി വന്നിട്ട് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമല്ലേ. അപ്പം ഞാൻ അതങ്ങ് കുടിച്ചു. അവനക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ, ഇതൊന്നും അവൻ കുടിക്കത്തില്ല. അവൻ സ്പ്രൈറ്റ് കുടിക്കും, കൊക്കക്കോള, പെപ്സി ആ സംഭവമൊന്നും അവൻ കുടിക്കത്തില്ല. അപ്പോൾ പേരക്ക നല്ല മധുരം ഉണ്ടായി. അപ്പോൾ അവിടെ കിടന്ന് പൊന്നു വിളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചുണ്ടനങ്ങി കഴിഞ്ഞാൽ അപ്പം അവൾ വിളിക്കും. അപ്പം ഞാൻ ദേ പേരക്ക കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്കും കൊണ്ട് കൊടുത്തു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പേരക്ക. ഇനി മാങ്ങ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം, കാരണം മാങ്ങ കണ്ടിട്ട് വലിയ സുഖമായിട്ട് തോന്നിയില്ല, വാട്ടയായിട്ട് തോന്നി. എന്നാലും കൊതിയായിട്ട് ഞാൻ മേടിച്ചതാണ് 2 മാങ്ങ. അപ്പം നമുക്കതൊന്ന് ചെത്തി കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട്, മധുരം ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇതാട്ടോ ഫുഡ് കഴിക്കണം. ഇനിയിപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വഴിയില്ല, പിന്നെ ഞാൻ നേരം വൈകിയാലും കറിക്കൊന്നും മേടിച്ചൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് നേരെ പോന്നു, കറിക്കൊന്നും കിട്ടിയില്ല എനിക്ക് മീനൊന്നും ഇഷ്ടമായില്ല അവിടെ കണ്ടിട്ട്. അപ്പം ഞാൻ ദേ മാങ്ങ കഴിച്ചു. നല്ല മാങ്ങയാണ്, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ദേ സമയം ദേ 3:30 മണിയായി. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ദേ പെരയൊക്കെ അടിച്ചു വാരിയായിരുന്നു. അപ്പോൾ ദേ വൈകുന്നേരത്തെ എൻ്റെ ചായ വെക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ ദേ രാവിലത്തെ പത്തിരി ബാക്കിയുണ്ടായത് അതെടുത്ത് കഴിക്കുകയാണ്, ഗ്രീൻ പീസ് കറിയും കൂട്ടിയിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി വരാമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ ഒപ്പം ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ കളിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ പുതിയതായിട്ട് ചേർന്നതാണ് അവരൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് പഠിച്ചെടുക്കണം. അപ്പം അതിനുള്ള ബ്ലൗസും കൊണ്ട് അവൾ വരുന്നുണ്ട്. അപ്പം അതിന് മുന്നേ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവൾ വരികയാണെങ്കിൽ അവൾക്കും ചായ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായി വരണമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ദേ ഫുഡ് കഴിക്കുകയാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ മാങ്ങയും പേരൊക്കെയാണല്ലോ കഴിച്ചത്. ചായ കുടിച്ച അവിടെ അത് പകുതി വെച്ചിട്ട് ദേ ആ പാത്രം അങ്ങ് കഴുകി വെച്ചപ്പോഴേക്കും അമ്മു വന്നു. അമ്മു എന്നാണ് അവളെ പേര്, ശരിക്കുള്ള പേര് അശ്വതി എന്നാണ്. അപ്പോൾ ദേ അവൾ വന്നപ്പോൾ അവൾക്ക് ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ ചായ എടുത്തോളാൻ പറഞ്ഞു. അവൾക്ക് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേ അവൾക്കും ഞാൻ ചായ കൊടുത്തിട്ട് ഞങ്ങൾ ദേ കുറച്ച് നേരം സംസാരിച്ചങ്ങിരുന്നു. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ട് ചായയും കുടിച്ച് അമ്മ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ദേ നമ്മൾ അനു സ്കൂൾ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ വരവ് കണ്ടിട്ട് മുഖം വലിയ സുഖമൊന്നുമില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ആൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്, എന്ത് കാര്യം. ചിലപ്പോൾ കിടക്കാൻ നേരത്തായിരിക്കും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കയറി വന്ന ഉടനെ ഷെയർ ചെയ്യും. അപ്പോൾ ആളങ്ങ് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് കുളിക്കാൻ പോയി. അപ്പോൾ കുളിച്ച് വരാതെ ഞാൻ അവനക്ക് ഒരിക്കലും ചായ കൊടുക്കത്തില്ല, അത് നിർബന്ധമാണ് കുളി. സ്കൂൾ വിട്ട് വന്ന ഉടനെ കുളിച്ച് കഴിഞ്ഞിട്ട് അവൻ ചായ കുടിക്കാറുള്ളൂ. ഞാൻ കൊടുക്കത്തുള്ളൂ ശരിക്കും, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല ചായ അവനക്ക്. അപ്പോൾ ദേ അവനക്ക് ഞാൻ മാഗിയാണ് ഉണ്ടാക്കി കൊടുക്കണത്. അവനക്ക് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഷോർട്ട് വീഡിയോ. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ വേണം പോകാനായിട്ട്, കാരണം ഇവിടെ വൈഫൈ ഉള്ള കാരണം ഇവിടെ വെച്ച് തന്നെ അപ്ലോഡ് ചെയ്യണം. പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ദേ ചായയൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഞാൻ ദേ കുളിച്ച് വന്നു. അപ്പോൾ തല കുളിച്ചില്ല, മേല് മാത്രം കഴുകിയുള്ളൂ. അപ്പം ഞാൻ ദേ വേറൊരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു, അത് പറ്റിയില്ല, ബ്ലൗസ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ വലിയ മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതുക, പിന്നെ മോയ്സ്ചറൈസർ ഇടുക, പൗഡർ ഇടുക, പിന്നെ ലിപ്സ്റ്റിക് ഇടുക, ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഇപ്പം തന്നെ നേരം വൈകി, 6:30-ക്ക് എത്താൻ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ 2 എണ്ണം ഇപ്പോൾ പോസ്റ്റായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ പോവാണ്.
അപ്പൊ ദേ ഞാനൊന്ന് റെഡി ആയത് ഇറങ്ങാണ്. അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞിരുന്നില്ലേ ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്ന്. സുഖിച്ചേട്ടന്റെ വീട്ടിലാണ്, അവിടെയാണ് വേല നടക്കുന്നത്. പറ്റിയാലാണ് വേലയ്ക്ക് പോകുള്ളൂ. എന്തായാലും സുഖിച്ചേട്ടനെ കാണാനാണ് കൂടുതലായിട്ട് പോണത്. അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് നേരം വൈകി. അപ്പൊ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ. അപ്പൊ ദേ ഞാൻ വാതിലൊക്കെ അടച്ചത് താഴേക്ക് പോവാണ്. അങ്ങനെ വാതിലടച്ച് താഴേക്ക് പോയിട്ട് ഞാൻ വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. എന്താന്ന് വെച്ചാൽ നമ്മളെ പൊന്നൂനെടുത്ത് വീടിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. കാരണം എന്തായാലും നേരം വൈകി വരുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അവളെ പുറത്ത് വെച്ച് പോയാൽ ശരിയാവത്തില്ല, വല്ല പൂച്ചയും പിടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് ഞാൻ ദേ വീണ്ടും വന്നത് വണ്ടി എടുത്ത് പോയി. ഞങ്ങൾ തൃശ്ശൂർ എത്തി. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ പോസ്റ്റായി ഇരിപ്പുണ്ട്. അപ്പോൾ എന്നും ഞങ്ങളാണ് പോസ്റ്റ് ആവാറ്, ഇന്ന് അവർ പോസ്റ്റായി. അപ്പോൾ ദേ പോണ വഴിക്ക് അമ്പലത്തിലുള്ള ഡെക്കറേഷനാണ് ഈ കാണുന്നത്. അപ്പം എന്നും പറഞ്ഞ വഴിക്കല്ല സുഖുവിൻ്റെ വീട്ടിൽ വന്നത്, വേറെ ചുറ്റി തിരിഞ്ഞാണ് വന്നത്. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വേല നടക്കണോണ്ട്. അപ്പം ഇതാണ് സുഖുവിൻ്റെ വീട്. അപ്പോൾ സുഖു മുകളിലാണ് ഇരിക്കുന്നത്, കാരണം സുഖുവിന് വയ്യല്ലോ താഴെ ഇറങ്ങി വരാനായിട്ട്. അപ്പം ഇതിന് മുന്നേ ഞാൻ ഈ വീട്ടിൽ വന്നത് ഒരു ചെറിയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സുഖുവിനെ കാണാൻ പോവാം. സുഖു റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേ ഇതാണ് നമ്മളെ സുഖു മോൻ. ഇത് സുഖുവിൻ്റെ 2 പിള്ളേരാണ്. അപ്പം റഹ്മാൻ എത്തിയിട്ടുണ്ടായില്ല. അങ്ങനെ ദേ റഹ്മാനും വന്നേ അവിടെ. അപ്പോൾ ദേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും സുഖിച്ചേട്ടൻ്റെ അമ്മ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ കുടിച്ചു. അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നിയിട്ട് ഞാൻ താഴെ പോയി ചോറെടുത്ത് കഴിച്ചു, സാമ്പാറും കൂട്ടി. പിന്നെ സുഖുവിൻ്റെ മോൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കറിയാം എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ടാവുന്ന ആ ഒരു ഇഷ്ടമാണ്. അവൾക്ക് എപ്പോൾ വന്നാലും അവൾക്ക് ലിപ്സ്റ്റിക് ഇടണം. അത് കഴിഞ്ഞിട്ട് ദേ സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു സുഖുവിൻ്റെ വൈഫ്. അപ്പോൾ അത് ദേ കഴിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കാണെങ്കിൽ ഈ ബിരിയാണിനോടൊന്നും വലിയ ഇഷ്ടമില്ലാത്തതാണ്. എനിക്ക് ചോറ്, സാമ്പാർ, മോര്, ഉണക്കമീൻ അങ്ങനത്തെ ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബിരിയാണിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഞാനും ഇച്ചിരിക്കോണം ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വർത്താനമൊക്കെ പറയാനിരുന്നു. അതിനിടയ്ക്ക് സുഖുവിൻ്റെ മോളുടെ ഡാൻസ് കണ്ടു. അപ്പോൾ പാട്ട് ആഡ് ചെയ്ത് പറ്റിയില്ല. അവൾ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കും. ഈ ഡാൻസ് അമ്പലത്തിലെ പ്രോഗ്രാമിന് കളിച്ചതാണ്, ഇപ്പോൾ വേല നടക്കുന്ന അമ്പലത്തിൽ. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് സുഖുവിൻ്റെ വീട് വരുന്നത്. അപ്പം നമുക്ക് ഇനി പോകുമ്പോഴും ആ വഴിക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല ബ്ലോക്കാണ്. അപ്പോൾ അതേ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു. സുഖുവിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ പോവണ്ടാന്ന് ഒത്തിരി എൻ്റെ അടുത്ത് പറഞ്ഞു സുഖുവിൻ്റെ വൈഫും. പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല, നാളെ മോൾക്ക് സ്കൂളുണ്ട്, അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ 2 പേരും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:30 മണിയായിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, നേരെ പോവുക, മേല് കഴുകുക, കിടന്നുറങ്ങുക. അപ്പോൾ അനുദേ വന്ന് മേലൊക്കെ കഴുകി കിടന്നു. അപ്പോൾ ഞാനെന്തേ പോയി കിടക്കാൻ പോവാണ്. അപ്പോൾ നമുക്കും പോയി കിടക്കാം. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കണ സ്കൂളിൽ പോകണമാണ്. അപ്പോൾ സമയം ഇപ്പോൾ 1:10. അപ്പോൾ വേഗം പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് അതും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു, ലവ് യു ഓൾ.